മുൻപ് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്ന ഇടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിനകത്തുനിന്നുള്ള ഫയലുകൾ സംബന്ധിച്ച വിവരങ്ങൾ അടക്കം മാധ്യമങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു കാലമാണ് കടന്നുപോയത്. പക്ഷേ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന ആഗ്രഹം മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ അത് ഉണ്ടാകുമെന്നുള്ള ഉറപ്പും ഒരു ഘട്ടത്തിൽ വി ഡി സതീശൻ നൽകിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൂടി വരുമോ എന്നുള്ളതും മാധ്യമങ്ങളും ഉറ്റുനോക്കുകയാണ്, അല്ലേ റഹീസ്? സ്മൃതി, അകത്തേക്ക് കയറുന്നതിൽ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ അകത്താണുള്ളത്. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ഈ ഭാഗത്തേക്ക് കയറണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അകത്ത് PRDയിൽ മന്ത്രിമാർ വിളിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന വാർത്താ സമ്മേളനം ഉണ്ടാകണമായിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ ഓഫീസിൽ നമ്മൾ അവരെ വിളിച്ചതിന് ശേഷം അവർ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് മാത്രമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾ കയറി വന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് വി ഡി സതീശൻ സർക്കാരിന്റെ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് നിർഭയമായി സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കയറാമായിരുന്നു. ആ രീതിയിലേക്ക് തിരിച്ചു പോവുകയാണോ? അത്തരം ചില സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് നേരത്തെ നൽകിയിരുന്നു. അങ്ങനെ തോന്നുന്നു. സാധാരണഗതിയിൽ അങ്ങനെ നിർദ്ദേശമില്ലെങ്കിൽ നമ്മളെ അകത്തേക്ക് കയറ്റിവിടില്ല. ശരി, ഞാൻ ഈ ചായ സൽക്കാരം കഴിഞ്ഞ CM മടങ്ങുന്നു എന്നൊരു സൂചനയുണ്ടോ? ഇല്ല, ചായ സൽക്കാരം തുടങ്ങുന്നേ ഉള്ളൂ. അഷിൻ DA കൊണ്ട് അഷിൻ, ചായ സൽക്കാരം നടക്കുകയല്ലേ ഇപ്പോൾ? അതിനുശേഷം മന്ത്രിസഭാ യോഗമാണ് നടക്കാനിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരും അകത്താണല്ലോ ഉള്ളത്, ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? സ്മൃതി, നിലവിൽ മന്ത്രിമാർ അകത്ത് തന്നെയാണുള്ളത്. അവരുടെ പൈലറ്റ് വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ആദ്യം എത്തിയത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതിനുശേഷമാണ് CM എത്തിയത്. അപ്പോൾ CM ഉടൻ തന്നെ മടങ്ങും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ളത് ഈ മന്ത്രിമാർക്കൊപ്പം വന്നിട്ടുള്ള പൈലറ്റ് വാഹനങ്ങൾ മാത്രമാണ്, അവരുടെ സുരക്ഷാ വാഹനങ്ങൾ മാത്രമാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഉടൻ തന്നെ CM പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും രാജ്ഭവന്റെ ഗേറ്റുകൾ തുറന്നിട്ടുണ്ട്. അത് CM പുറത്തേക്ക് വരുന്നതിനാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും CM നിലവിൽ അകത്ത് തന്നെയുണ്ട്, മന്ത്രിമാരും അകത്ത് തന്നെയുണ്ട്. ചായ സൽക്കാരം തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയും ഏതാനും മന്ത്രിമാർ കൂടി എത്താനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ മറ്റുള്ള ആളുകൾ കൂടി രാജ്ഭവനിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും നേരത്തെ റഹീസ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇനിയും ഇവിടെ നിന്ന് നേരെ ചായ സൽക്കാരം കഴിഞ്ഞ സെക്രട്ടേറിയറ്റിലേക്കാണ് എല്ലാവരും എത്തുക. അവിടെ മന്ത്രിസഭാ യോഗം അതിനിർണായകമാണ്. അതിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ട കാര്യം. നേരത്തെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുന്നു. അതിൽ മന്ത്രിമാർ ആര് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ വകുപ്പുകളും മാത്രമല്ല അവർ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഏതൊക്കെയാണ് ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. അതിന് മുന്നോടിയായി നിലവിലിപ്പോൾ എന്തായാലും തുടക്കം വി ഡി സതീശൻ സർക്കാരിന്റെ തുടക്കം മനോഹരമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവർ രാജ്ഭവനിലേക്ക് എത്തി, ചായ സൽക്കാരം വരെ കാര്യങ്ങളെത്തി. അത് നന്നായി തന്നെ തുടങ്ങാനുള്ള പദ്ധതിയാണ്. ഇത് മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നേരത്തെ CM പങ്കുവച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നേരത്തെ മുൻ സർക്കാരുകളിൽ ഉണ്ടായതുപോലെ തന്നെ സർക്കാർ ഗവർണർ പോരാട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും നിലവിലിപ്പോൾ ബാക്കി മന്ത്രിമാർ കൂടി ചായ സൽക്കാരത്തിന് വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ലോക്ഭവനിലേക്ക് ഓരോരുത്തരെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15ഓളം പേർ എത്തിയിട്ടുണ്ട്. ഇനി 6 പേർ കൂടിയാണ് വരാനുള്ളത് എന്നുള്ളതാണ്. ശരി, ചായ സൽക്കാരം അവിടെ പുരോഗമിക്കുകയാണ്. ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു എക്സിലൂടെ. വി ഡി സതീശന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് നരേന്ദ്രമോദിയുടെ എക്സ്പോസ്റ്റ്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടുള്ള പോസ്റ്റാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം, കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്നുകൂടിയാണ് ആ എക്സ്പോസ്റ്റിലുള്ളത്. അപ്പോൾ വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ തീരുമാനം എന്തായിരിക്കും? സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ റഹീസ് റഷീദ് തുടരുന്നുണ്ട്. റഹീസ്, സെക്രട്ടേറിയറ്റിലേക്ക് കാലങ്ങളായി കടന്നു ചെല്ലാൻ പറ്റാത്തിടത്തേക്ക് സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് ഇപ്പോൾ റഹീസിന് കയറാൻ പറ്റിയിരിക്കുന്നു. എന്താണ് അവിടുത്തെ കാഴ്ച? അവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട്? അതിന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രവർത്തകരുടെ ഒരു അഭിവാദ്യ പ്രകടനം നമ്മൾ നേരത്തെ കണ്ടിരുന്നു.
സ്മൃതി, സെക്രട്ടേറിയറ്റിനകത്ത് മാധ്യമപ്രവർത്തകർ മാത്രമല്ല UDF-ന്റെ പ്രവർത്തകർക്കും കയറി നിൽക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ വേണ്ടി നിരവധി UDF പ്രവർത്തകരും കൂടി സെക്രട്ടേറിയറ്റിനകത്തുണ്ട്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനമിടുന്ന സ്ഥലം നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനം ഇടുക. ആ സ്ഥലത്ത് മാധ്യമപ്രവർത്തകരും ഒപ്പം ചില പ്രാദേശിക നേതാക്കൾ, പ്രവർത്തകർ എല്ലാവരും നിൽക്കുന്നു. ഇതിനകത്ത് ഒരു കൗതുകം അതാണ്. സാധാരണഗതിയിൽ നമുക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് ഈ തരത്തിൽ റിപ്പോർട്ട്, ഇതിപ്പോ പുതുമോടിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ഉള്ള ഒരു മാറ്റമാണോ അതോ സ്ഥിരമായിട്ടുള്ള മാറ്റമാണോ എന്ന കാര്യം വ്യക്തമല്ല. ഇതിൽ എല്ലാവർക്കും സാധാരണഗതിയിൽ മുമ്പുണ്ടായിരുന്ന പോലെ പ്രവർത്തകർ എല്ലാവരും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനകം, അതായത് ചായ സൽക്കാരത്തിന് ശേഷം പരമാവധി അരമണിക്കൂർ, അതിനുശേഷം മുഖ്യമന്ത്രിയും മറ്റ് ക്യാബിനറ്റിലുള്ള മറ്റു മന്ത്രിമാരും ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും ക്യാബിനറ്റ് യോഗം തുടങ്ങുക. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം അതാത് മന്ത്രിമാരുടെ ഓഫീസിൽ പോയി ചുമതലയെടുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരിക്കും. ശരിയാണ്, ഇന്ന് ചടങ്ങുകളുടെ ദിവസമാണ്. ആ ചടങ്ങുകളാണ് ഇനി പുരോഗമിക്കാനിരിക്കുന്നത്. ചായ സൽക്കാരത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാർ ഇറങ്ങും.